ഓക്കെ, ഞാൻ ആദ്യം ചോദിച്ച ചോദ്യം പരിശുദ്ധ ഖുർആനിൽ എത്ര ഹിസ്ബുകളുണ്ട് എന്നായിരുന്നു. അത് 60 ഹിസ്ബുകളാണ്. 30 ജുസ്ഇനെ, ഓരോ ജുസ്ഇനെയും 2 ഭാഗമാക്കിയിട്ടാണ് നമ്മളൊരു ഹിസ്ബ് എന്ന് പറയുന്നത്. അങ്ങനെ 60 ഹിസ്ബുകളാണ്. ആദ്യമായി അലി ആലപ്പയിലൂടെ ഗ്രീനിന് വേണ്ടിയിട്ടാണ് ആദ്യത്തെ ഉത്തരം വന്നിട്ടുള്ളത്. അടുത്ത എന്റെ ചോദ്യം വീണ്ടും പരിശുദ്ധ ഖുർആനിനെ സംബന്ധിച്ച് തന്നെയാണ്. നമുക്കറിയാം പല സൂറത്തുകൾക്കും പല പേരുകളുണ്ട്. നമ്മൾ ഒന്നിൽ കൂടുതൽ പേരുകൾ പല സൂറത്തുകൾക്കും ഉണ്ടെന്നുള്ള കാര്യം അറിയാം. എന്നാൽ റുഖിയ എന്ന ഒരു പേരുള്ള സൂറത്ത് ഏതാണ്? റുഖിയ എന്ന് നേരിട്ട് അർത്ഥം പറഞ്ഞാൽ മന്ത്രം എന്നൊക്കെയുണ്ട്. റുഖിയ എന്ന പേരുള്ള സൂറത്ത് ഏതാണ്? അതിന് വ്യത്യസ്തമായിട്ടുള്ള കുറെ പേരുകളുള്ള ഒരു സൂറത്താണ്. വാഫി, കാഫി, ഷാഫി എന്നൊക്കെ അതിന് നമുക്ക് പറയാം. റുഖിയ എന്നുള്ളതിന്റെ വാക്കർത്ഥം മന്ത്രിച്ചൂത എന്നുള്ളതാണ് റുഖിയ എന്ന് പറയുന്നത്. ഏതായാലും ഇവിടെ സൂറത്തുൽ ഫലഖ്, സൂറത്തുൽ ഫാത്തിഹ, സോഫാത്ത്, വസ്സാഫാത്ത്, ഇഖ്ലാസ്, ഫലഖ് എന്നൊക്കെ വന്നിട്ടുണ്ട്. ഫാത്തിഹ എന്ന് വീണ്ടും വന്നിട്ടുണ്ട്. സൂറത്തുൽ നാസ് ആണെന്ന് പറയുന്നുണ്ട്. എന്നാൽ ആദ്യം നമുക്ക് അതിന്റെ ഉത്തരം വീണ്ടും നൽകിയത് ഗ്രീനിന് വേണ്ടിയിട്ട് തന്നെയാണ്. ഗ്രീനിന്റെ പോയിന്റുകൾ നിങ്ങളൊന്ന് ഉയർത്തുക. ആദ്യത്തെ പോയിന്റ് ഗ്രീനായിരുന്നു. വീണ്ടും രണ്ടാമത്തെ പോയിന്റും സൂറത്തുൽ ഫാത്തിഹ എന്ന ശരിയായ ഉത്തരത്തിലൂടെ ഗ്രീനിന് തന്നെയാണ് കരസ്ഥമാക്കിയിട്ടുള്ളത്. ഞാൻ അടുത്ത എന്റെ ചോദ്യം ഞാൻ 4 സഹാബികളെ കുറിച്ച് പറയും. ഈ 4 സഹാബികളെ കുറിച്ച് നിങ്ങൾ ആദ്യം പേര് കേട്ടതിന് ശേഷം നിങ്ങൾ അതിന്റെ ശരിയായ ഉത്തരം ചോദിക്കും. അബ്ദുല്ലാഹിബിൻ ഉമർ, അബ്ദുല്ലാഹിബിൻ അബ്ബാസ്, അബ്ദുല്ലാഹിബിൻ സുബൈർ, അബ്ദുല്ലാഹിബിൻ അബുൽ ആസ്, ഇങ്ങനെ 4 സഹാബികളെ. ഇവർക്ക് മൊത്തത്തിൽ അറിയപ്പെട്ട ഒരു പേരുണ്ട്. സഹാബത്തിനെ കുറിച്ചൊക്കെ പറയുമ്പോൾ ഈ 4 പേർക്കും കൂടെ അറിയപ്പെട്ട ഒരു പേരുണ്ട്. അതെന്താണെന്ന് അറിയുന്ന ആളുകൾ ടൈപ്പ് ചെയ്യാം. അബ്ദുല്ലാഹിബിൻ ഉമർ, അബ്ദുല്ലാഹിബിൻ അബ്ബാസ്, അബ്ദുല്ലാഹിബിൻ സുബൈർ, അബ്ദുല്ലാഹിബിൻ ഇബ്നുൽ ആസ് എന്നീ 4 സഹാബികൾക്ക് കൂടെ ഒന്നിച്ച് പറയുന്ന ഒരു പേര് നമ്മുടെ ഗ്രന്ഥങ്ങളിലൊക്കെ വലൈക്കും സലാം ഉണ്ട്. എന്താണ് ഈ 4 സഹാബികൾക്കും? അവരുടെ പേരിൽ അതിനെ സൂചിപ്പിക്കുന്ന വാക്കുകളുണ്ട്. അതാണ് എനിക്കൊരു ക്ലൂ തരാനുള്ളത്. അവരുടെ പേരിൽ തന്നെ അവരെ ഈ ഒരു സൂചന നൽകുന്ന ഒരു വാക്കുണ്ട്. അബ്ദുല്ലാഹിബിൻ ഉമർ, അബ്ദുല്ലാഹിബിൻ അബ്ബാസ്, അബ്ദുല്ലാഹിബിൻ സുബൈർ, അബ്ദുല്ലാഹിബിൻ ഇബ്നുൽ ആസ് എന്നുള്ള ഇവരൊക്കെ സഹാബിമാരാണ്. മാത്രമല്ല ഉപ്പ സഹാബിയാണെന്നാണ് ചില ആളുകൾ പറയുന്നത്. അബ്ദുല്ലാഹിയുടെ മക്കൾ എന്ന് പറയുന്നു. അതൊന്നുമല്ല ശരിയായ ഉത്തരം. അറിയൂല എന്നുള്ള ഉത്തരം വന്നിട്ടുണ്ട്. റളിയല്ലാഹു അൻഹുമ, അത് വെറുതെ അടിച്ചായിരിക്കും. ഇബ്നു അബ്ദുള്ള എന്ന് പറയുന്നത്. എന്നാൽ ശരിയായ ഉത്തരം ഒന്ന് കിസ് മാസ്റ്ററിലേക്ക് പോകാൻ സാധ്യത കാണുന്നുണ്ട്. അബാദില എന്നുള്ള ശംസുദ്ദീൻ വൈസിസ്ഥാൻ തന്നെ എഴുതിയത്. അല്ല, അബാദില അർബഅ. ശംസുദ്ദീൻ വൈസി കുറച്ച് വൈകിട്ട് അത് എഴുതിയിട്ടുണ്ട്. അൽ അബാദില അൽ അർബഅ, 4 അബ്ദുള്ളകൾ. അതിൽ അബാദില എന്നുള്ളൊരു വാക്ക് ഇവരുടെ 4 പേരുടെയും റളിയല്ലാഹു അൻഹും അവരുടെ 4 പേരും കോർത്തിണക്കിയിട്ടുള്ള ഒരു വാക്കാണ് അൽ അബാദില അൽ അർബഅ എന്നുള്ള ഉത്തരം. ഏതായാലും ഞാൻ പറഞ്ഞതിന്റെ കൂടെ തന്നെയാണ് ശംസുദ്ദീൻ വൈസിന്റെ ഉത്തരം വന്നതും. അതുകൊണ്ട് ആ പോയിന്റ് ആർക്കും ഞാൻ കൊടുക്കുന്നില്ല. ക്വസ്റ്റ്യൻ മാസ്റ്ററിലേക്കും വരേണ്ട ആവശ്യമില്ല. ഏതായാലും പറഞ്ഞതിന്റെ കൂടെ വന്നതുകൊണ്ട്. ഏതായാലും എന്റെ അടുത്ത ചോദ്യം, എന്റെ സൗണ്ട് ഇനിയും ക്ലിയർ കുറവൊന്നുമില്ലല്ലോ. കുറേയായിട്ട് മൈക്ക് വർക്ക് ചെയ്തില്ല. അതുകൊണ്ട് എന്തെങ്കിലും കുഴപ്പമുണ്ടോ? ക്ലിയർ ആണല്ലേ? ഓക്കെ. ഇനി അടുത്ത ചോദ്യം. നമുക്കറിയാം പരിശുദ്ധ ഖുർആന് കുറെ മക്കിയായ സൂറത്തുകളുണ്ട്, മദനിയായ സൂറത്തുകളുണ്ട്.
അതായത് മക്കയിൽ നിന്ന് ഇറങ്ങിയ അവതരിക്കപ്പെട്ട സൂറത്തുകൾ, മദീനയിൽ നിന്ന് അവതരിപ്പിക്കപ്പെട്ട സൂറത്തുകൾ, ഇങ്ങനെ രണ്ട് വിഭാഗമായിട്ടാണ് നമുക്ക് പരിശുദ്ധ ഖുർആനിൽ മക്കി, മദനി എന്ന് പറയുന്നത്. എന്റെ ചോദ്യം ശ്രദ്ധിച്ച് വേണം ഉത്തരം നൽകാൻ. മക്കയിൽ നിന്ന് ആദ്യം ഇറങ്ങിയ സൂറത്ത് ഏതാണ്? മക്കയിൽ നിന്ന് ആദ്യമായി ഇറങ്ങിയ സൂറത്ത് ഏതാണ്? ഏതായാലും പല ആളുകളും ഇഖ്റ എന്നും അലഖ എന്നൊക്കെ ഉത്തരം നൽകുന്നുണ്ട്. അലി ആലപ്പുഴ, ഫൈസൽ, മുസ്തഫ അമീർ, മുസ്തഫ മുത്തു, സിദ്റ അബ്ദുള്ള, ഇങ്ങനെ തുടങ്ങിയ ആളുകളൊക്കെ ശരിയായ ഉത്തരം തന്നെയാണ്. പരിശുദ്ധ ഖുർആനിൽ ആദ്യം ഇറങ്ങിയ സൂറത്ത് എന്ന് ചോദിച്ചാലും അല്ലെങ്കിൽ മക്കയിൽ നിന്ന് ആദ്യം ഇറങ്ങിയ സൂറത്ത് എന്ന് ചോദിച്ചാലും ഉത്തരം ഒന്ന് തന്നെയാണ്. ജസ്റ്റ് ഒരു കൺഫ്യൂഷന് വേണ്ടി മാത്രം ചോദ്യത്തിൽ ഒരു മാറ്റം വരുത്തി എന്നതാണ് എന്റെ. ഏതായാലും ചോദ്യം വീണ്ടും ഗ്രീനിന് തന്നെയാണ്. ബ്ലൂവിന് പോയിന്റുകൾ കിട്ടിയിട്ടില്ല. ബ്ലൂവിന്റെ ക്യാപ്റ്റന്മാരൊന്നും ഇവിടെ കാണുന്നില്ല. ബ്ലൂവിന് പോയിന്റ് എടുക്കുന്ന ചില ക്യാപ്റ്റന്മാരൊക്കെ ഉണ്ട്. ഒരു കോമൺ പൊതു ചോദ്യമാണ് ഞാൻ ചോദിക്കുന്നത്. ഒരു പൊതു ചോദ്യം. അടുത്ത ചോദ്യം, നമുക്കൊക്കെ പറയാം സൂര്യൻ അസ്തമിക്കാത്ത നാട് എന്നൊക്കെ, നാടിന്റെ ആളുകൾ എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ ബ്രിട്ടീഷ് സാമ്രാജ്യത്തെ നാം ഉയർത്തി കാണിക്കാറുണ്ട്. ആ രാജ്യം ഭരിക്കുന്നത് രാജ്ഞിയാണ്. ബ്രിട്ടൻ ഭരിക്കുന്നത് രാജ്ഞിയാണെന്ന് നമുക്കറിയാം. എന്നാൽ ബ്രിട്ടനിൽ രാജ്ഞിക്ക് പ്രവേശിക്കാൻ പറ്റാത്ത ഒരിടമുണ്ട്. എവിടെയാണത്? ബ്രിട്ടീഷ് രാജ്ഞിക്ക് ബ്രിട്ടനിൽ തന്നെ പ്രവേശിക്കാൻ അനുമതിയില്ലാത്ത ഒരു സ്ഥലമുണ്ട്. ആ സ്ഥലം ഏതാണ്? ഒരു പൊതു ചോദ്യമാണ്. ബ്രിട്ടനിൽ, ഇംഗ്ലണ്ടിൽ അവിടുത്തെ രാജ്ഞിക്ക് പ്രവേശനാനുമതി ഇല്ലാത്ത ഒരു സ്ഥലമുണ്ട്. അതേതെന്നാണ്? പെട്ടെന്ന് ഉത്തരങ്ങളൊക്കെ വരട്ടെ. ഏതായാലും കോർട്ടെന്നും അതിരി ഒക്കെ നല്ലതാണ്. പള്ളിയിൽ പ്രവേശിക്കാൻ പാടില്ല അല്ലേ? അത് നല്ലൊരു രാജ്ഞിയാണ്. അപ്പോൾ അവിടെ പള്ളിയിലൊന്നും വരാൻ പാടില്ല. ക്രിസ്ത്യൻ പള്ളിയാണോ അതോ മുസ്ലിം പള്ളിയാണോ? രണ്ടും പള്ളിയാണ്. മസ്ജിദ് എന്ന് വ്യക്തമായി എഴുതിയിട്ടുണ്ട്. ഏതായാലും മോസ്ക്. ബ്രിട്ടീഷ് രാജ്ഞിക്ക് ബ്രിട്ടനിൽ പ്രവേശന അനുമതി ഇല്ലാത്ത ഒരു ഏക സ്ഥലം, അത് ഏതായാലും സൂക്കിലൊക്കെ അവിടെ വരാറുണ്ട്. എവിടെയും പോവാം. പോയാലും ഇല്ലെങ്കിലും അനുമതി ഉണ്ടോ ഇല്ല എന്നാണ് വിഷയം. ശരിയായ ഉത്തരം ഇവിടെ ഏക നിറത്തിൽ വന്നിട്ടുണ്ട്. ഫൈസൽ മുസ്തഫ ശരിയായ ഉത്തരം നൽകിയിട്ടുണ്ട്. ബ്രിട്ടൻ പാർലമെന്റ് ഹൌസിൽ, വൈറ്റ് ഹൌസ് അമേരിക്കയിലാണ് എന്നുള്ളത് കൂടെ മനസ്സിലാക്കുക. ബ്രിട്ടൻ പാർലമെന്റ് ഹൌസ്, അവരുടെ പാർലമെന്റ് ഹൌസിൽ രാജ്ഞിക്ക് പ്രവേശനം പാടില്ല എന്നുള്ളൊരു നിയമം അവിടെ നിലനിൽക്കുന്നുണ്ട്. ഏതായാലും ഇവിടെ ബ്ലൂ ഒരു പോയിന്റ് ഇവിടെ തുടങ്ങി വെച്ചിട്ടുണ്ട്. ഫൈസൽ മുസ്തഫ, മബ്രൂഖ്. ഒരു ചോദ്യം നിങ്ങൾക്കൊക്കെ അറിയുന്നതായിരിക്കും, എങ്കിലും ഞാൻ ചോദിക്കുന്ന ഒരു പൊതു ചോദ്യം തന്നെയാണ്. മാത്രമല്ല അല്പം ബുദ്ധി ഉപയോഗിക്കേണ്ട ഒരു ചോദ്യം ചോദിക്കുന്നത്. നമുക്കറിയാം, നമുക്കൊക്കെ പേടിയുള്ള ഒരു വിഷജന്തുവാണ് പാമ്പ്. പാമ്പ് പൊതുവിൽ ആളുകൾക്കൊക്കെ ഭയമുള്ള ഒരു വിഷജന്തുവാണ് പാമ്പ്. വിഷമില്ലാത്ത പാമ്പുകളുണ്ട്. എന്നാൽ പാമ്പിന്റെ നട്ടെല്ലുകളുടെ എണ്ണം എത്രയാണ്? പാമ്പിന് എത്ര നട്ടെല്ലുകളുണ്ട്? പാമ്പിന് എത്ര നട്ടെല്ലുകളുണ്ട് എന്നതാണ് എന്റെ ചോദ്യം. അപ്പോ ആളുകളൊക്കെ ഇവിടെ കരീം കുളത്തൂർ ഒരു നട്ടെല്ലുണ്ടെന്ന് പറയുന്നുണ്ട്. ഏതായാലും നമ്മളൊക്കെ പറയാറുണ്ട് നട്ടെല്ല് നിവർത്തി നിൽക്കണം, അല്ലെങ്കിൽ മറ്റുള്ളവരൊക്കെ മുന്നിൽ ആളാവണമെങ്കിൽ പേടിക്കണമെങ്കിൽ എന്നൊക്കെ പറയാറുണ്ട്. പക്ഷെ നട്ടെല്ലില്ലെങ്കിലും പേടിപ്പിക്കാൻ കഴിയും പാമ്പിന്. സിദ്ദീഖ്, നിങ്ങൾ കളറ് ഒന്നുകിൽ ബ്ലൂവിന്റെ കൂടെ കൂടുക അല്ലെങ്കിൽ ഗ്രീനിന്റെ കൂടെ കൂടുക. റിബ്സ് മാത്രമേ ഉള്ളൂ, നട്ടെല്ലില്ല എന്നാണ് ഫൈസൽ മുസ്തഫ, അതുപോലെ തോട്ടക്കാട് എല്ലാ ആളുകളും പറയുന്നത്. മൂസാ കുവൈത്തൊക്കെ പറയുന്നത് നട്ടെല്ലില്ല എന്നാണ്. ശരിയായ ഉത്തരം തന്നെയാണ്. വീണ്ടും ബ്ലൂവിന് വേണ്ടിയിട്ട്
പാമ്പിന് സിദ്ധാർത്ഥ ചിലപ്പം ഓടല് നമ്മൾ കണ്ട ആളുകളേക്കാരം ഒരുപക്ഷെ ഓടല് ഭൂരിഭാഗവും അങ്ങനെയാണ് ഉണ്ടാവാറുള്ളത്. ഏതായാലും വീണ്ടും രണ്ടാമത്തെ പോയിന്റുമായിട്ട് നമ്മുടെ ഫൈസൽ മുസ്തഫ എന്ന ഐഡിയിലൂടെ ബ്ലൂവിന് വേണ്ടിയിട്ട് പോയിന്റ് വന്നിട്ടുണ്ട്. ഏതായാലും എന്റെ അടുത്ത ചോദ്യം ഞാൻ ചോദിക്കുന്നു. വീണ്ടും പരിശുദ്ധ ഖുർആനിലോട്ട് വരാം. ചോദ്യം, ഞാൻ 4 സൂറത്തുകളെ പേര് പറയും, 5 സൂറത്തുകളുടെ പേര് പറയും. ഈ 5 സൂറത്തുകൾക്ക് ഒരു പ്രത്യേകതയുണ്ട്, അതാണ് നിങ്ങൾ ഇവിടെ കുറിക്കേണ്ടത്. സൂറത്തുൽ ഫാത്തിഹ, സൂറത്തുൽ അൻആം, സൂറത്തുൽ കഹ്ഫ്, സൂറത്തുൽ സബ, സൂറത്തുൽ ഫാത്തിർ. ഈ 5 സൂറത്തുകൾക്ക് ഒരു യൂണിറ്റി ഉണ്ട്. എന്താണ് ആ ഒരു പ്രത്യേകത? എന്താണ് ഈ 5 സൂറത്തുകളുടെ പ്രത്യേകത എന്നാണ് ഞാൻ ചോദിക്കുന്നത്. 3 പോയിന്റുമായി ഗ്രീനും ബ്ലൂ ഒരു പോയിന്റ് അല്ല 2 പോയിന്റാണ്. അതുകൊണ്ട് ബ്ലൂവിന്റെ പോയിന്റ് നേരത്തെ മാറ്റുക, 2 പോയിന്റ് ആക്കുക. ഏതായാലും മദനിയാണ് സൂറത്ത് എന്ന് പറയുന്നത്. ഹംദ് കൊണ്ട് ആരംഭം, അൽഹംദു എന്നൊക്കെ പറയുന്നുണ്ട്. മക്കിയാണെന്ന് ആലപ്പുഴ പറയുന്നവരൊക്കെ അൽഹംദുലില്ലാഹി കൊണ്ട് തുടക്കമാണ് എന്ന് പറയുന്നു. സൂറത്തുൽ ഫാത്തിഹ, സൂറത്ത് അൻആം, കഹ്ഫ്, സബ, സൂറത്ത് ഫാത്തിർ. ഈ 5 സൂറത്തുകൾ തുടങ്ങുന്നത്, സൂറത്ത് തുടങ്ങുന്ന ആദ്യത്തെ വാക്യം അൽഹംദുലില്ലാഹി അല്ലെങ്കിൽ ഹംദ് എന്ന വാക്കുകൊണ്ടാണ് എന്നത് തന്നെയാണ് പ്രത്യേകത. അപ്പോൾ നമ്മുടെ ബ്ലൂ 3 പോയിന്റിൽ എത്തി നിൽക്കുകയാണ്. അതുകൊണ്ട് 3-3 എന്ന ഒരു ടൈയിലേക്ക് എത്തിയിട്ടുണ്ട്. പോയിന്റ് മാറ്റുന്ന ആളുകൾ ശ്രദ്ധിക്കുക. ബ്ലൂവിന് 3, ഗ്രീന് 3 എന്ന രീതിയിലാണ് ഇപ്പോൾ പോയിന്റ് നിലവാരം നിൽക്കുന്നത്. 3-3. അടുത്ത ചോദ്യം ഒരു ഫിഖ്ഹിയായ ചോദ്യമാണ്, ഒരു കർമ്മശാസ്ത്രവുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യമാണ് ഞാൻ ചോദിക്കുന്നത്. നമുക്കറിയാം, ഭർത്താവ് മരിച്ചാലും തലാഖ് ചൊല്ലിയാലും ഒക്കെ ഭാര്യ ഇദ്ദയിലിരിക്കണം എന്നുള്ളത്. എന്നാൽ ഭർത്താവ് മരിച്ച പെണ്ണിന്റെ ഇദ്ദ കാലഘട്ടം എത്രയാണ്? ഭർത്താവ് മരിച്ച പെണ്ണിന്റെ ഇദ്ദയുടെ കാലഘട്ടം എത്രയാണെന്നാണ് ഇത് ചോദ്യം. 40 എന്ന് പറയുന്നുണ്ട്. ദിവസമാണോ മാസമാണോ വർഷമാണോ എന്നെനിക്ക് മനസ്സിലായിട്ടില്ല. 90 എന്നും പറയുന്നുണ്ട്. അതും ദിവസം എന്ന് മനസ്സിലാകുന്നില്ല. ഏതായാലും 4-10, 4 മാസം, 90, 3 മന്ത്സ്. ഭർത്താവ് മരിച്ച സ്ത്രീയുടെ ഇദ്ദ കാലാവധിയാണ് ഞാൻ ചോദിക്കുന്നത്. ഇവിടെ 4-10 എന്നും അതുപോലെ 4 മന്ത് 10 ഡേ എന്ന് ശ്രദ്ധിക്കാൻ സമാനമായി വിശദമായിട്ട് നൽകിയിട്ടുണ്ട്. ഏതായാലും പോയിന്റ് പോകുന്നത് അമീർ ഇരിങ്ങലിലൂടെ, നമ്മുടെ ക്ലാസ് റൂമിന്റെ അമീറായി പ്രവർത്തിക്കുന്ന അമീർ ഇരിങ്ങലിലൂടെയാണ്. ബ്ലൂ ഗ്രീന് വേണ്ടിയാണ് പോയിന്റ് പോകുന്നത്. 4 മാസം 10 ദിവസവുമാണ് ഭർത്താവ് മരിച്ച സ്ത്രീയുടെ ഇദ്ദ കാലാവധി. അടുത്തൊരു ചോദ്യത്തിലൂടെ ഞാൻ നമ്മുടെ മദ്രസ കാലഘട്ടങ്ങളിലേക്ക് നിങ്ങളെയൊക്കെ കൊണ്ടുപോകാൻ ആഗ്രഹിക്കുകയാണ്. നമ്മളൊക്കെ കുറെ മലക്കുകളുടെയൊക്കെ പേരുകൾ നിർബന്ധമായി അറിഞ്ഞിരിക്കേണ്ട കുറെ മലക്കുകളുടെയൊക്കെ പേരുകളും അവരുടെ ദൗത്യങ്ങളും മദ്രസ കാലഘട്ടത്തിലൊക്കെ നാം പഠിച്ചിട്ടുണ്ടാകും. എന്നാൽ നമ്മളെല്ലാം അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ സ്വർഗത്തിൽ പ്രവേശിക്കാൻ. സ്വർഗത്തിന്റെ കാവൽക്കാരനായ മലക്ക് ആരാണ്? ഏത് മലക്കിനെയാണ് സ്വർഗത്തിന്റെ കാവൽ അള്ളാഹു തആല ഏൽപ്പിച്ചിട്ടുള്ളത്? ആരാണ് സ്വർഗത്തിന്റെ കാവൽക്കാരൻ? ഇവിടെ പല നമുക്കൊക്കെ പഠിച്ചു വന്ന പല മലക്കുകളുടെയും പേരുകളൊക്കെ നമുക്ക് ഓർക്കാം, മനസ്സിലാക്കാം. ഇത്രയുള്ളതിലൊക്കെ കാര്യം പഠിച്ച് മറന്നതായിരിക്കും, പലതും ഓർമ്മയിലുണ്ടാവില്ല. ഏതായാലും റിദ്വാൻ എന്ന ഉത്തരം ഇവിടെ വന്നിട്ടുണ്ട്. മുൻകർ എന്ന ഒരു പേരും ഇവിടെ വന്നിട്ടുണ്ട്. മുൻകർ, നക്കീർ എന്നുള്ള 2 മലക്കുകളുടെ ദൗത്യം മറ്റൊന്നാണ്. അത് നാം പറയുന്നതും ചെയ്യുന്നതും എല്ലാം രേഖപ്പെടുത്തുന്ന 2 മലക്കുകളിൽപ്പെട്ട ഒരാളാണ് മുൻകർ, നക്കീർ എന്നുള്ളത്. മാലിക്, റിദ്വാൻ എന്ന 2 മലക്കുകൾ സ്വർഗവും നരകവും കാൽക്കാനുള്ള മലക്കുകളാണ്. അതിൽ റിദ്വാനാണ് എന്റെ ചോദ്യത്തിന്റെ ഉത്തരം.
സോറി റഖീബ് അത്തീദ്, ഞാൻ പറഞ്ഞിടത്ത് മാറിയിട്ടാണ്. മുൻകർ നഖീബ് അല്ല, ഖബർ ചോദ്യം ചെയ്യുന്നതാണ്, മാറി പറഞ്ഞതാണ്. റഖീബ് അത്തീദാണ് നമ്മുടെ നന്മ തിന്മകൾ എഴുതുന്നത്. മുൻകർ നക്കീർ ഖബറിൽ ചോദ്യം ചെയ്യുന്ന 2 മലക്കുകളാണ്. മാലിക് റിദ്വാൻ സ്വർഗത്തെയും നരകത്തെയും കാവൽക്കാരനാണ്. എന്റെ ചോദ്യത്തിന്റെ ഉത്തരം ഇവിടെ റിദ്വാൻ അലൈഹിസ്സലാം ആണ് ശരിയായ ഉത്തരം. ആദ്യം നൽകിയത് അബ്ദുള്ള തോട്ടക്കാടിലൂടെ ബ്ലൂവിന് വേണ്ടിയിട്ടാണ്. ഏതായാലും നല്ല ടൈയിലാണ് പോകുന്നത്. 4-4 എന്ന രീതിയിൽ പോയിന്റ് എത്തിയിട്ടുണ്ട്. അടുത്ത ചോദ്യം. നമുക്കറിയാം, മദീന എല്ലാ ആളുകളും എപ്പോഴും പോകാൻ ആഗ്രഹിക്കുന്ന, ഏറ്റവും മനസ്സിന് കുളിരേകുന്ന ഒരു സ്ഥലമാണ് പരിശുദ്ധ മദീന, ത്വയ്ബ എന്ന് പറയുന്ന സ്ഥലം. മറ്റൊന്നും കൊണ്ടല്ല, ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടെയാണ് അന്ത്യവിശ്രമം കൊള്ളുന്നത്. എന്നാൽ ഭൂമി ശാസ്ത്രപ്രകാരം മദീന എന്ന സ്ഥലം സമുദ്രനിരപ്പിൽ നിന്ന് എത്ര മീറ്റർ ഉയരത്തിലാണ് നിലകൊള്ളുന്നത്? ഏകദേശം കണക്ക് പറഞ്ഞാലും മതി. സമുദ്രനിരപ്പിൽ നിന്ന് ഏകദേശം എത്ര ഉയരത്തിലാണ് മദീന നിലകൊള്ളുന്നത്? എത്ര മീറ്റർ ഉയരത്തിലാണ് നിലകൊള്ളുന്നത് എന്നാണ് എന്റെ ചോദ്യം. ഏറ്റവും അടുത്ത ഒരു അക്കത്തിന് ഞാൻ പോയിന്റ് നൽകും. ഏറ്റവും അടുത്ത വ്യക്തമായി നൽകണമെന്നില്ല. ഏതായാലും 300 മീറ്റർ ഉയരത്തിലാണ്, 500 900 എന്നുള്ള ഒരു ഉത്തരം വന്നിട്ടുണ്ട്. ഇവിടെ 400 എന്നും വന്നിട്ടുണ്ട്. 250 മീറ്റർ ഉയരത്തിലാണ്, സമുദ്രനിരപ്പിൽ നിന്ന് 250 മീറ്റർ നിരപ്പിലാണ് ഉള്ളതെന്നുള്ളത്. മറ്റൊന്ന് 1200 വന്നിട്ടുള്ളത്. ഏതായാലും ഇവിടെ ഏറ്റവും അടുത്ത് വന്ന ഒരു ഉത്തരം എന്നത് അത് നാച്ചു 995 എന്ന ഒരു ഐഡിയിൽ നിന്നാണ്. ഇനി ഞാനത് മാറ്റി പറയേണ്ടി വരും. 620 എന്ന് വന്നിട്ടുണ്ട്. ഏതായാലും 597, 600 ആ ഒരു റേഞ്ചിലാണ് സമുദ്രനിരപ്പിൽ നിന്ന് ഉയരമുള്ളത്. 620 വീണ്ടും പോയത്. ഏതായാലും ബ്ലൂവിന് തന്നെയാണ് ഐഡി. നേരത്തെ 500 ആയിരുന്നു ഏറ്റവും അടുത്ത ആൻസർ വന്നത്. ഇനി 620 എന്നുള്ള അത് പരിഗണിച്ചുകൊണ്ട് ബ്ലൂവിന് തന്നെ പോയിന്റ് നൽകുക. പോയിന്റ് കിട്ടുന്നത് ബ്ലൂവിന് തന്നെയാണ്. അടുത്ത ചോദ്യം. അപ്പോ ഒരു പോയിന്റ് കൊണ്ട് ബ്ലൂ മുൻകടന്നിട്ടുണ്ട്. ഗ്രീനിന്റെ തുടക്കം, ആ തുടക്കത്തിലുള്ള ഉഷാറുകളൊന്നും ഇപ്പൊ കാണുന്നില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പിതാവിന്റെ സഹോദരന്മാരായ മൂത്താപ്പമാര്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഉപ്പയാണ് ഏറ്റവും ചെറുത്. അതുകൊണ്ട് പിതാവിന്റെ ജ്യേഷ്ഠ സഹോദരന്മാരാണ് ഉള്ളതൊക്കെ. ഇതിൽ ഷഹീദായ ഒരു ജ്യേഷ്ഠ സഹോദരനുണ്ട്, അല്ല പിതൃ സഹോദരനുണ്ട്. പിതാവിന്റെ സഹോദരന്മാരായ ഒരാള് ഷഹീദാണ്. ആരാണത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മൂത്താപ്പമാരിൽ ഷഹീദായ ഒരാളുണ്ട്. അതാരാണ്? ആരാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ? ഏതായാലും ആരും ആ കാര്യത്തിൽ സംശയം പ്രകടിപ്പിക്കുന്നില്ല. മറ്റാരുമല്ല, അത് ഉഹദ് രണാങ്കണത്തിൽ ഷഹീദാവുകയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വളരെയധികം വിഷമം ഉണ്ടാകുകയും ചെയ്ത ഒരു ദാരുണ മരണമാണ്. അത് ഹംസ അൽ-കറാർ, ഹംസ റളിയല്ലാഹു അൻഹുവിന്റെ ആ ഒരു അന്ത്യം. അത് എല്ലാവരും ശരിയായ ഉത്തരം തന്നെ നൽകിയിട്ടുണ്ട്. ഹംസ റളിയല്ലാഹു അൻഹു ആരും തെറ്റായ ഉത്തരം നൽകിയിട്ടില്ല. ഏതായാലും 5-5 എന്ന രീതിയിൽ ഇവിടെ പോയിന്റ് എത്തിയിട്ടുണ്ട്. വളരെ കോമ്പറ്റീഷൻ രീതിയിൽ തന്നെയാണ് നിങ്ങൾ മത്സരത്തിന് വരുന്നത്. അടുത്ത എന്റെ ചോദ്യം. 4 അഇമ്മത്ത് ഫിഖഹിന്റെ കാര്യത്തിൽ ലോകം അംഗീകരിച്ച, മുസ്ലിം ലോകം അംഗീകരിച്ച 4 മദ്ഹബിന്റെ ഇമാമികളുണ്ട്. അവരാണ് ഫിഖഹി വിഷയങ്ങളിൽ ഇമ്മത്തി എന്ന് പറയുന്നത്. അവർ 4 പേരാണ്. ഈ 4 പേരുടെ കണ്ടെത്തലുകളാണ് വ്യക്തമായി കുറിക്കപ്പെട്ടതും ശിഷ്യന്മാരായി അത് പ്രചരിപ്പിക്കപ്പെട്ടതും. എന്നാൽ ഇത് ഒന്ന് ഷാഫിഈ ഇമാമാണ്, ഒന്ന് അബു ഹനീഫ ഇമാമാണ്,
അതുപോലെ മാലിക് ഇമാമാണ്. അതുപോലെ തന്നെ ഹംബലി ഇമാം. ഇങ്ങനെ 4 പേരാണ് ഈ വിഷയത്തിൽ നമ്മൾ അറിയുന്ന ഇമാമിങ്ങൾ. ഇതിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുമായി ഏറ്റവും അടുത്ത കാലഘട്ടക്കാരൻ ആരാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുമായി ഏറ്റവും അടുത്ത കാലഘട്ടക്കാരൻ ആരാണ്? ഷാഫിഈ ഇമാമാണോ, മാലികി ഇമാമാണോ, അബൂ ഹനീഫ ഇമാമാണോ, അതോ ഹംബലി ഇമാമാണോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിലേക്ക് അങ്ങോട്ട് ഏറ്റവും അടുത്ത കാലഘട്ടക്കാരൻ. ഏതായാലും 2 പേരാണ് ഇവിടെ വന്നിട്ടുള്ളത്. ഇമാം മാലിക്കിന്റെയും അബൂ ഹനീഫ ഇമാമിന്റെയും. അബൂ ഹനീഫ അൽ കൂഫി, അതുപോലെ മാലിക് ഇബ്നു അനസ് എന്നീ 2 അയിമ്മത്തിന്റെ പേരാണ് നിങ്ങളിവിടെ നൽകിയിട്ടുള്ളത്. ഏറ്റവും അടുത്ത കാലഘട്ടക്കാരൻ ആരെന്ന് പറഞ്ഞാൽ അത് മറ്റാരുമല്ല, അത് അബൂ ഹനീഫ ഇമാം തന്നെയാണ്. അദ്ദേഹത്തിന്റെ ജനനം ഹിജ്റ 80-ലാണ്. എന്നാൽ വളരെ വിദൂരമല്ലാത്ത ജനനം തന്നെയാണ് മാലിക് ഇമാമിനും. എന്നാലും 13 വർഷത്തെ വ്യത്യാസം കാണുന്നുണ്ട്. ഹിജ്റ 93-ലാണ് ഇമാം മാലിക് റളിയല്ലാഹു അൻഹു ജനിച്ചത്. ഏതായാലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലഘട്ടം ആദ്യത്തെ നൂറ്റാണ്ടിൽ ജനിച്ച ആളുകളാണ് രണ്ടും. എങ്കിലും ആദ്യം ഏറ്റവും കൂടുതൽ അടുപ്പമുള്ളത് അത് അബൂ ഹനീഫ അൽ കൂഫി റളിയല്ലാഹു അൻഹു തന്നെയാണ്. ഏതായാലും ഇവിടെ പോയിന്റ് ആദ്യം ഹനീഫ് എന്ന് പറഞ്ഞതും അബൂ ഹനീഫ് എന്ന് പറഞ്ഞതും രണ്ടും ഗ്രീൻ തന്നെയാണ്. ഏതായാലും 6-5 എന്ന രീതിയിൽ ഓരോരോ പോയിന്റ് മാറി മാറി വരിഞ്ഞാണ് വരുന്നത്. നല്ല രസമുള്ളൊരു റിസൾട്ടാണ് കാണുന്നത്. ഇനിയൊരു പൊതു വിഷയത്തിലുള്ള ചോദ്യം ഞാൻ ചോദിക്കുന്നതാണ്. ഭൂമിശാസ്ത്രപരമായിട്ട് തന്നെയാണ് ഞാൻ ചോദിക്കുന്നത്. 2 ധ്രുവങ്ങളുണ്ട്. നമ്മൾക്കറിയാം 2 ധ്രുവങ്ങളുണ്ട്. 2ലും ഐസാണ് അവിടുത്തെ പ്രകൃതി. തണുപ്പുള്ള സ്ഥലമാണ്, ഐസാണ്. എന്നാൽ ഈ 2 തലങ്ങളുടെയും ഐസിന് വളരെ വ്യത്യാസമുണ്ട്. എന്താണ് ആ ഒരു വ്യത്യാസം? ഈ 2 ധ്രുവങ്ങളിലെയും ഐസിനുള്ള ഒരു വലിയൊരു വ്യത്യാസം ഉണ്ട്. അത് എന്താണ് എന്നാണ് എന്റെ ചോദ്യം. സ്നോ തന്നെയാണ് എല്ലാ ആളുകളും സ്ഥലങ്ങളും ഉണ്ടാകുന്നത്. പക്ഷെ അത് നിലകൊള്ളുന്ന പ്രതലത്തിന് 2നും വലിയൊരു വ്യത്യാസമുണ്ട്. അതെന്താണെന്നാണ് എന്റെ ചോദ്യം. 2 ധ്രുവങ്ങളിലുള്ള ഐസിന്റെ രൂപത്തിന് വ്യത്യാസമുണ്ട്. ഏതായാലും ഇവിടെ കരീം കുളത്തൂർ പറഞ്ഞ ഒപ്പില്ലാത്തതാണ് എന്നല്ല. 2 ധ്രുവങ്ങളിലെയും ഐസുള്ള പ്രദേശമാണ്, ആ തണുപ്പുള്ള പ്രദേശമാണ്. പക്ഷേ 2 ധ്രുവങ്ങളുടെയും ഐസിന് വ്യത്യാസമുണ്ട്. എന്താണ് അതിന്റെ കാതലായ വ്യത്യാസം എന്നാണ് എന്റെ ചോദ്യം. ചോദ്യത്തിൽ മനസ്സിലാവാത്ത വിഷയങ്ങളുണ്ടാകും ഒരുപക്ഷെ. ഏതായാലും ഉറപ്പുള്ളതും ഇല്ലാത്തതും ഏകദേശം ചില അടുത്തൊക്കെ വന്നിട്ടുണ്ട്. പക്ഷെ അതല്ല അതിന്റെ ശരിയായ കാരണം. ഏതായാലും വായുവിൽ പറക്കുന്നതും പറക്കാത്തതൊക്കെ ഉണ്ട്, ഉരുകാത്തതും ഉരുകുന്നതുണ്ട്. ഒന്ന് മല, ഒന്ന് ജലം എന്നൊക്കെ വരെ പല ഉത്തരങ്ങളും വരുന്നുണ്ട്. ഏതായാലും പല ആളുകളും രണ്ടാമത് അടിച്ചു എന്നറിയില്ല. ഏതായാലും ശരിയായ ഉത്തരം ഇവിടെ വന്നിട്ടുണ്ട്. ഏതായാലും ഇവിടെ ആദ്യം ശരിയായ ഉത്തരം നൽകിയത് JMS ദുബൈ എന്ന ഐഡിയിൽ നിന്നാണ്. JMS ദുബൈ എന്ന ഐഡിയിൽ നിന്നാണ് ആദ്യമായി ശരിയായ ഉത്തരം. ബ്ലൂവിന് വേണ്ടിയിട്ടാണ് വന്നിട്ടുള്ളത്. ഒന്ന് വെള്ളത്തിലാണ് നിലകൊള്ളുന്നത്, മറ്റൊന്ന് കരയിലാണ് നിലകൊള്ളുന്നത്. ഒരു ധ്രുവത്തിലെ ഐസ് നിലകൊള്ളുന്നത് അടിയിലൊക്കെ വെള്ളമാണ്. മറ്റൊരു ധ്രുവത്തിലെ ഐസ് നിലകൊള്ളുന്നത് മലകളിലും ആയിട്ടുള്ള കരപ്രദേശങ്ങളിലാണ്. അപ്പോൾ JMS ദുബൈ എന്ന ഐഡിയിൽ നിന്നാണ് ശരിയായ ഉത്തരം വന്നിട്ടുള്ളത്. അപ്പൊ വീണ്ടും ബ്ലൂവിനാണ് പോയിന്റ്. വീണ്ടും 6-6 എന്ന രീതിയിൽ എത്തി. അടുത്തൊരു ചോദ്യം ചോദിക്കുന്നത്, നമ്മളൊക്കെ ധരിക്കുന്ന വസ്ത്രങ്ങളെ കുറിച്ചാണ് ഞാൻ എന്റെ ചോദ്യം. ഇന്ന് ഹൈടെക് യുഗമാണ്. അന്ന് പല രീതിയിലുള്ള വസ്ത്രങ്ങൾ നമ്മൾ കാണുന്നുണ്ട്. ഭംഗിക്ക് വേണ്ടി നമ്മൾ പലതും ധരിക്കുന്നുണ്ട്. എന്നാൽ
സ്വയം ധരിച്ച വ്യക്തിക്ക് കാണാൻ കഴിയില്ല, മറ്റുള്ള ആളുകളൊക്കെ കാണാൻ കഴിയുന്ന വസ്ത്രം ഏതാണ്? ആ വസ്ത്രം ധരിച്ച വ്യക്തിക്ക് അത് കാണാൻ കഴിയില്ല, എന്നാൽ മറ്റുള്ളവർക്കൊക്കെ അതും കാണാൻ കഴിയും. എന്താണ് ആ വസ്ത്രം? അത് സ്വയം ധരിക്കാൻ ആരും ഇഷ്ടപ്പെടില്ല എന്ന് മാത്രം, മറ്റുള്ള ധരിപ്പിച്ചു തരുന്ന വസ്ത്രം കൂടി. ഏതായാലും ഈമാന് നല്ലൊരു വസ്ത്രമാണ്, അത് കാണാൻ കഴിയില്ല ഈമാൻ എന്ന് ശരിയാണ്. തൊപ്പി അല്ലെങ്കിൽ അമീർ എന്താണ് തോപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ട്, തൊപ്പി എന്ന് പറഞ്ഞിട്ടുണ്ട്. വീണ്ടും കരീം കുളത്തൂർ എന്ന ഐഡിയിൽ നിന്ന് ശരിയായ ഉത്തരം നൽകിയിട്ടുണ്ട്. കഫംപുടയാണ്. ആ വസ്ത്രം ധരിച്ച വ്യക്തിക്ക് കാണാൻ കഴിയില്ല, എന്നാൽ ബാഹ്യമായി നമുക്ക് കാണാൻ കഴിയില്ല, പക്ഷെ അത് കാണാൻ പറ്റുമെന്നുള്ള ഫലം. ഏതായാലും മറ്റുള്ള ആളുകൾക്കൊക്കെ ആ വസ്ത്രം ധരിച്ചതായിട്ട് കാണാൻ കഴിയും. കഫംപുടയാണ് ഞാൻ ഉദ്ദേശിച്ച ഉത്തരം. ശരിയായിട്ടുള്ള ഉത്തരം ആദ്യം നൽകിയത് കരീം കുളത്തൂർ ഗ്രീനിന് വേണ്ടിയിട്ടാണ്. നേരത്തെ 6-6 എന്ന രീതിയിലാക്കണം, ഇനി 7-6 എന്ന രീതിയിലും പോയിന്റാക്കി മാറ്റണം എന്ന് ശ്രദ്ധിക്കുക. തൊപ്പിയൊക്കെ നമുക്ക് കാണാൻ കഴിയും, തൊപ്പിയൊക്കെ നമുക്ക് പല രീതിയിലും കാണാൻ കഴിയും, പക്ഷെ ഇതിന്റെ ഒരു സത്യാവസ്ഥയാണ്. ഇനി അങ്ങനെ പലതും ഉണ്ടായേക്കാം. ഏതായാലും എന്റെ അടുത്ത ചോദ്യം, കുറെ അറബ് രാഷ്ട്രങ്ങളെ കുറിച്ച് നമുക്കറിയാം. ഗൾഫ് രാഷ്ട്രങ്ങളുണ്ട്, അല്ലാത്ത രാഷ്ട്രങ്ങളുണ്ട്, അറബ് രാഷ്ട്രങ്ങൾ, ചിന്ന ഭിന്നായിക്കൊണ്ടിരിക്കുന്ന രാഷ്ട്രങ്ങളുണ്ട്. ഏതായാലും ഇന്നത്തെ അവസ്ഥയിൽ ഏറ്റവും ചെറിയ അറബ് രാഷ്ട്രം ഏതാണ്? ഇന്നത്തെ പ്രകൃതിയുടെ അറബ് രാഷ്ട്രങ്ങളുടെ വലിപ്പത്തിൽ ഏറ്റവും ചെറുത് ഏത് രാഷ്ട്രമാണ്? ഏറ്റവും ചെറിയ അറബ് രാഷ്ട്രം ഏതാണ്? ഒമാൻ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഒമാനൊക്കെ അത്യാവശ്യം വലിപ്പമുള്ള രാഷ്ട്രമാണ്. യമൻ അത്യാവശ്യം വലിപ്പമുള്ള രാഷ്ട്രമാണ്. ഖത്തർ ചെറുത് തന്നെയാണ്. UAE ഖത്തറിനേക്കാളും വലുതാണ്. കുവൈത്ത് താരതമ്യേന ചെറുത് തന്നെയാണ്. ഏതായാലും ശരിയായ ഉത്തരം ഇവിടെ മുകളിൽ വന്നിട്ടുണ്ട്. ഏറ്റവും ചെറിയ അറബ് രാഷ്ട്രം ഏതാണെന്നാണ് ചോദ്യം. ഏറ്റവും വലുപ്പത്തിൽ ഏറ്റവും ചെറിയ അറബ് രാഷ്ട്രം ഏതാണെന്നാണ് ചോദ്യം. ഏതായാലും നേരത്തെ തന്നെ ബഹ്റൈൻ എന്നുള്ള ഉത്തരം അമീർ നൽകിയിട്ടുണ്ട്. 2 പോയിന്റിന് മുകളിൽ നിൽക്കുന്നു ഇപ്പോൾ ഗ്രീന്. 7 എന്നുള്ളത് 8-6 എന്ന രീതിയിൽ പോയിന്റ് എത്തിയിട്ടുണ്ട്. 8-6 എന്ന രീതിയിൽ പോയിന്റ് എത്തിയിട്ടുണ്ട്. അടുത്തെന്റെ ചോദ്യം, ഒരു മഹാൻ പറഞ്ഞ ഒരു വാക്യമാണ്. അതിന്റെ ധ്വനി ഇങ്ങനെയാണ്. ആ പറഞ്ഞ വാക്കിന്റെ ധ്വനി ഇങ്ങനെയാണ്. ആരാണ് പറഞ്ഞതാണ് എന്നാണ് നിങ്ങൾ പറയേണ്ടത്. ഞാൻ പറയുന്നതൊക്കെ സത്യമായിരിക്കാം, ശരിയായിരിക്കാം, പക്ഷെ അത് തെറ്റാൻ സാധ്യതയുണ്ട്. എന്നാൽ മറ്റുള്ള ആളുകൾ പറയുന്നത് തെറ്റായിരിക്കാം, അത് ശരിയാവാനാണ് സാധ്യത. ഇതാര് പറഞ്ഞതാണ്? കലാമി സവാബുൻ യഹ്തമിലുൽ ഖത വകലാമു ഗൈരി ഖതഉൻ യഹ്തമിലുസ് സവാബ് എന്ന ഒരു മഹൽ വാക്യം, ഇത് ആര് പറഞ്ഞതാണെന്നാണ് എന്റെ ചോദ്യം. ഞാൻ പറയുന്നതൊക്കെ ശരിയായിരിക്കാം, പക്ഷെ അത് തെറ്റാൻ സാധ്യതയുണ്ട്, തെറ്റിപ്പോവാൻ സാധ്യതയുണ്ട്. മറ്റുള്ള ആളുകളൊക്കെ പറയുന്നത് തെറ്റായിരിക്കാം, പക്ഷെ അത് ശരിയാകാൻ സാധ്യതയുണ്ട് എന്നുള്ള ധ്വനി വരുന്ന ആ ഒരു വാക്ക് ആര് പറഞ്ഞതാണെന്ന് ഇവിടെ അടുത്ത കാലഘട്ടക്കാരനായ നാട്ടിക ഉസ്താദിനെ കുറിച്ച് പറഞ്ഞു. അദ്ദേഹം വീണ്ടും റിപ്പീറ്റ് ചെയ്തിട്ടുണ്ടാകും, പക്ഷെ ആദ്യമായിട്ട് പറഞ്ഞതായിട്ട് കരുതുന്നത് ഇവിടെ ഷാഫിഈ ഇമാം, ഗസാലി ഇമാം, അത് മാലിക് ഇമാം, അബൂ ഹനീഫ ഇമാം, അതുപോലത്തെ ആളുകളൊക്കെ ഇവിടെ പറഞ്ഞിട്ടുണ്ട്. ഇമാം നവവിയെ കുറിച്ച് പോലും പറഞ്ഞിട്ടുണ്ട്. കളർ മാറണം, ഒന്നുകിൽ ബ്ലൂ ആക്കണം അല്ലെങ്കിൽ ഗ്രീൻ ആക്കണം. ഏതായാലും അത് പറഞ്ഞത് മറ്റാരുമല്ല, ഇമാമുന ഷാഫിഈ റളിയല്ലാഹു അൻഹു തന്നെയാണ് അത് പറഞ്ഞത്. വീണ്ടും പോയിന്റ് ബ്ലൂവിന് വേണ്ടിയിട്ട് JMS ദുബൈ ആണ് ആ ഉത്തരം ശരിയായതായിട്ട് നൽകിയത്. JMS ദുബൈയിലൂടെ ആ ഉത്തരം നൽകി. വീണ്ടും ബ്ലൂവിന്റെ പോയിന്റ് അല്പം മീ അബ്ദുള്ള അൽഹംദുലില്ലാഹി ആദ്യം പറഞ്ഞു എന്ന് പറയുന്നു. ഇമാം നവവി അല്ല, ഇമാം ഷാഫിഈ ഇമാമാണ്.
പറയുന്നത്. അതിൻ്റെയൊക്കെ മുകളിൽ വന്നിട്ടുണ്ട്. എന്റെ കമ്പ്യൂട്ടറിൽ വരുന്നത് മാത്രമാണ് ഇവിടെ പരിഗണിക്കുക എന്നുള്ളത് മനസ്സിലാക്കണം. ഇസ്ഹാഖ് മച്ചിങ്ങൽ, നാട്ടിക, ഷാഫി, ഏതായാലും ബ്ലൂവിന് വേണ്ടി തന്നെയാണ് പോകുന്നത്. കുഴപ്പമില്ല. അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം, നമ്മളൊക്കെ ടെക്സ്റ്റ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ കമ്പ്യൂട്ടറിൽ ആദ്യം വരും. പക്ഷെ അത് നെറ്റിലൂടെ മറ്റുള്ള സ്ഥലങ്ങളിൽ വരുന്നതിന്റെ മാത്രമേ നമുക്കിവിടെ പരിഗണിക്കാൻ കഴിയുകയുള്ളൂ എന്നുള്ളത്. അടുത്ത എന്റെ ചോദ്യം നമുക്കിവിടെ പുതിയ ആളുകളാണെങ്കിൽ നമ്മൾ ഫ്ലവർ മാത്രമേ ഈ ക്ലാസ് റൂമിലൊക്കെ ഉപയോഗിക്കാറുള്ളൂ. മറ്റൊരു കുഴപ്പമുണ്ടായിട്ടില്ല. അതിൽ വ്യത്യസ്തമായിട്ടുള്ള ഫ്ലവർ ഐക്കോണുകളൊക്കെ ഉണ്ടാവും. പക്ഷെ അത് നമുക്ക് ഓരോന്നോരോന്നായി മാറ്റി നിർത്താൻ കഴിയാത്തത് കൊണ്ട് നമ്മൾ ഇങ്ങനത്തെ റൂമുകളിലൊക്കെ ഫ്ലവർ മാത്രമേ ഉപയോഗിക്കാറുള്ളൂ എന്ന് സഹോദരനെ ഉണർത്തുന്നു. അല്ലാഹു തആല ഒരു വിഭാഗം ആളുകളെ കുറിച്ച്, എന്റെ അടുത്ത ചോദ്യം പോയിന്റ് മാറിയിട്ടില്ല, മുകളിൽ മാറിയിട്ടുണ്ട്. ഒരു വിഭാഗം ആളുകളെ കുറിച്ച് അഹ്ലുല്ലാഹി വഖാസത്തുഹു, അള്ളാഹുവിന്റെ സ്വന്തം ആളുകൾ എന്ന് പറഞ്ഞിട്ടുണ്ട്. ആരാണ് ആ വിഭാഗം ആളുകൾ? ഒരു വിഭാഗം ആളുകളെ കുറിച്ച് അള്ളാഹുവിന്റെ സ്വന്തം ആളുകളാണ് അവരെന്ന് പറയുന്നത്. അവരെ കുറിച്ച് അതാരാണ്? മുഅ്മിനീങ്ങളൊക്കെ അള്ളാഹുവിന്റെ ആളുകൾ തന്നെയാണ്. സഹാബത്തുകൾ ഉത്തരങ്ങൾ വരുന്നുണ്ട്. ഏതായാലും വരട്ടെ. ഷുഹദാക്കളെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. മുഅ്മിനായ ആളുകൾ മൊത്തത്തിൽ പറയുന്നു. അതുപോലെ സ്വഹാബത്തുകളാണെന്ന് സംശയം പറയുന്നുണ്ട്. ഔലിയാക്കളാണെന്ന് പറയുന്നുണ്ട്. ഒരാൾ ഒരു ഉത്തരം മാത്രമേ നൽകാൻ പാടുള്ളൂ എന്നുള്ളത് നമുക്ക് റൂളുണ്ട്. അത് മനസ്സിലാക്കാം. ഷുഹദാക്കള്, ഹാഫിളീങ്ങൾ എന്ന ഒരു ഉത്തരം വന്നിട്ടുണ്ട്. ഷുഹദാക്കൾ, പിന്നതുപോലെ പാറന്നൂർ പറഞ്ഞത് ഹുലഫ, എനിക്ക് മനസ്സിലായില്ല. ഔലിയാക്കൾ എന്ന ഉത്തരം വന്നിട്ടുണ്ട്. ഏതായാലും ഇവിടെ ബദരീങ്ങൾ, ബദറിൽ പങ്കെടുത്ത ആളുകൾ അള്ളാഹുവിന്റെ സ്വന്തം ആളുകളാണ്. ഹാഫിളീങ്ങൾ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഏതായാലും ഇവിടെ പല ഉത്തരങ്ങൾ വന്നിട്ടുണ്ട്. അഹ്ലുല്ലാഹി വഖാസത്തുഹു എന്ന് പറയുന്നത് അത് ആരാണെന്നാണ് എന്റെ ചോദ്യം. അള്ളാഹുവിന്റെ സ്വന്തം ആളുകൾ. ഏതായാലും ഉത്തരം ഞാൻ പറയുന്നതാണ്. യതീമിനെ സംരക്ഷിക്കുന്നവർ, അങ്ങനെ പലതും ഉണ്ടാകും. ഏതായാലും ശരിയായ ഉത്തരം അഹ്ലുൽ ഖുർആൻ, ഖുർആൻ കൊണ്ട് നടക്കുന്ന ആളുകളാണ് അള്ളാഹുവിന്റെ സ്വന്തം ആളുകൾ. അതിവിടെ ആദ്യമായി ഉത്തരം നൽകിയത് അൽഹംദുലില്ലാഹി എന്ന ഐഡിയിൽ നിന്നാണെങ്കിലും നിങ്ങളവിടെ ഒരു റോള് തെറ്റിച്ചിട്ടുണ്ട്. എന്താന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു ഉത്തരം ഒരാൾ നൽകുക, രണ്ടാമത്തെ ഉത്തരം നൽകിയാൽ പരിഗണിക്കില്ല എന്നാണ്. അതൊരു നിങ്ങൾക്കറിയാം, പുതിയ ആളായിട്ടാണ് എനിക്ക് മനസ്സിലാക്കുന്നത്. ഏതായാലും അതിനുശേഷം ശേഷം വന്ന ആളുകൾ ആരാണെന്ന്, ഈ പാറന്നൂര് എന്താണ് ഉദ്ദേശിച്ചത് അറിയില്ല. ഹുലഫ എന്ന് പറഞ്ഞിട്ടുണ്ട്, എന്താണ് മനസ്സിലായില്ല. ഏതായാലും ഞാൻ ബ്ലൂവിന് വേണ്ടി പോയിന്റ് തരുന്നു. അൽഹംദുലില്ലാഹി എന്ന ഐഡിയുടെ ഉത്തരം കണക്കാക്കിക്കൊണ്ട് ഇൻഷാ അല്ലാഹ് ഒരാൾ ഒരു പ്രാവശ്യം ഉത്തരം നൽകുക. വീണ്ടും നൽകുമ്പോൾ അതിൽ നമുക്ക് എന്ത് ചെയ്യും, കുറെ ഖുലഫ റാഷിദാവില്ല, ഖുലഫ ഒക്കെ ചില കാര്യങ്ങൾ നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിലായിരിക്കില്ല മനസ്സിലാക്കുന്നത്. അടുത്തെന്റെ ചോദ്യം, ഇപ്പോൾ ചോദ്യം ഇവിടെ 8 ഉം 8 ഉം 16 ചോദ്യമായി. അടുത്തെന്റെ ചോദ്യം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് മിഅ്റാജിന്റെ രാത്രിയിൽ കൊടുത്ത സമ്മാനമാണ് 5 വഖ്ത് നമസ്കാരം. മാസ്റ്റർ 0 ആണ്. പങ്കെടുക്കുന്ന ആളുകളൊക്കെ വളരെ ഉഷാറായിട്ട് ഉത്തരം നൽകുമ്പോൾ മാസ്റ്ററിന് ഒന്നും കിട്ടില്ല. എന്നാൽ 5 വഖ്ത് നമസ്കാരം നമുക്ക് കിട്ടിയ സമ്മാനമാണ്. 50ൽ നിന്ന് മൂസാ നബിയുടെ ഒക്കെ കണ്ടതിന് ശേഷം അത് 5 ആക്കി കുറച്ചു. എന്നാൽ 5 വഖ്ത് നിസ്കാരത്തിൽ ആദ്യമായി ഫർളായ നിസ്കാരം ഏതാണ്? ആദ്യമായി ഫർളായ നിസ്കരിച്ച നിസ്കാരം ഏതാണെന്നാണ് എന്റെ ചോദ്യം. ഏതായാലും 5 ഉത്തരമേ വരുള്ളൂ ഇവിടെ, അതിലപ്പുറം വരില്ല എന്നുള്ളത് എനിക്ക് ഉറപ്പാണ്. 5 ഉത്തരമായിരിക്കും വരാനുള്ളത്. ഏതായാലും തഹജ്ജുദ് നിർബന്ധമായ നിസ്കാരമല്ല എന്നുള്ളത് മനസ്സിലാക്കുക. 5-6ാമത്തെ ഉത്തരം കൂടെ വന്നു കഴിഞ്ഞു. അതുകൊണ്ട് ളുഹ്ർ, അസർ, ഇശ, മഗ്രിബ്, സുബ്ഹി 5 വന്നു, പ്ലസ് തഹജ്ജുദും വന്നു. ഏതായാലും
ഫൈസൽ മുസ്തഫ ശരിയായ ഉത്തരം ആദ്യം തന്നെ കൊണ്ടുവന്നു. വീണ്ടും ബ്ലൂവിന്റെ നിലവാരം ഉയർത്തിക്കൊണ്ട് 9 ഉയർത്തിക്കൊണ്ട് ഫൈസൽ മുസ്തഫ ളുഹർ നമസ്കാരമാണ് ആദ്യമായി നിർബന്ധമായത് എന്നുള്ളത് ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട്. അടുത്ത എന്റെ ചോദ്യം, ഞാൻ 4 പ്രവാചകന്മാരുടെ പേര് പറയും. നേരത്തെ 4 സൂറത്തുകളും 5 സൂറത്തുകളൊക്കെ പറഞ്ഞ് 4 സഹാബികളൊക്കെ പേര് പറഞ്ഞ രൂപത്തിൽ ഇവർ തമ്മിലും ഒരു കാര്യത്തിൽ ഏകോപനമുണ്ട്. എന്താണ് കാര്യം എന്നാണ് നിങ്ങൾ പറയേണ്ടത്. നബിയുല്ലാഹി ഹൂദ് അലൈഹിസ്സലാം, സ്വാലിഹ് അലൈഹിസ്സലാം, ശുഐബ് അലൈഹിസ്സലാം, മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം, ഈ 4 പ്രവാചകന്മാർ തമ്മിലുള്ള ഏകോപനം ഏത് വിഷയത്തിലാണ്? നബിയുല്ലാഹി ഹൂദ് അലൈഹിസ്സലാം, സ്വാലിഹ് അലൈഹിസ്സലാം, ശുഐബ് അലൈഹിസ്സലാം, ഖാതമുൽ അംബിയ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം, ഈ 4 പ്രവാചകന്മാർക്ക് ഒരു വിഷയത്തിൽ സാമ്യതയുണ്ട്. എന്താണ് ആ പ്രത്യേകത എന്നാണ് ഞാൻ ചോദിക്കുന്നത്. പരമ്പര എന്ന് പറയുന്നു, പരമ്പര, സനദ് അല്ലേ? ഇസ്മായിലി കുടുംബത്തിൽ വന്ന നബി മാത്രമാണ്. ഗോത്രം ഒരു ഗോത്രത്തിൽപ്പെട്ട ആളുകളാണ്, ഇബ്രാഹിം നബിയുടെ മക്കളാണ് എന്നൊക്കെ പറയുന്നതിലും വലിയൊരു വ്യത്യാസമുണ്ട് ഇവർ തമ്മിലുള്ള വ്യത്യാസം. ഏതായാലും ഞാൻ ഒരു ചോദ്യം ക്വസ്റ്റ്യൻ മാസ്റ്ററിലേക്ക് പോകാൻ പറ്റുമെന്ന് നോക്കട്ടെ. അല്പം നിമിഷങ്ങൾ മാത്രം ഞാൻ വെയിറ്റ് ചെയ്യുന്നു. ഈ 4 ഹൂദ് നബി, സ്വാലിഹ് നബി, ശുഐബ് നബി, മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നിവർ തമ്മിലുള്ള വ്യത്യാസം, സാമ്യത എന്താണെന്നുള്ളത് കരീം കുളത്തൂര് അവസാനമായി പറഞ്ഞു. അതും ക്രിസ്ത്യൻ മാസ്റ്ററിലേക്ക് വിടാൻ നിങ്ങൾ സമ്മതിച്ചില്ല. ഇവർ അറബികളായ പ്രവാചകന്മാരാണ്. മറ്റുള്ള ആളുകളൊക്കെ അനറബികളാണ്. മറ്റുള്ള പ്രവാചകന്മാരൊക്കെ ഉണ്ടായത് അറബികളിൽ നിന്നുള്ള പ്രവാചകന്മാർ ഈ 4 പേരാണ്. ഹൂദ് നബി, സ്വാലിഹ് നബി, ശുഐബ് നബി, മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഏതായാലും ഗ്രീനിന് വേണ്ടിയിട്ട് പോയിന്റ് നേടിയിട്ടുണ്ട്. നേരത്തെ 9 ആയിരുന്നു ബ്ലൂവിന്റേത്, ഇപ്പോൾ വീണ്ടും ഗ്രീനും 9 ആയി. അപ്പോൾ 9 എന്ന രീതിയിൽ 18 ചോദ്യങ്ങൾ ഇവിടെ കഴിഞ്ഞുപോയി. 18 ചോദ്യങ്ങൾ കഴിഞ്ഞുപോയി. 9 രീതിയിൽ പോയിന്റാക്കി മാറ്റുക. നാം ഉപയോഗിക്കുന്ന ഒരു വസ്തുവിനെ കുറിച്ചാണ് ഞാൻ അതിക്ക് ചോദിക്കുന്നത്. അതിനെക്കുറിച്ച് നമുക്ക് നിശബ്ദ പ്രാസംഗികൻ എന്ന് പറയാം. എന്താണ് ആ വസ്തു? 19 കഴിഞ്ഞിട്ടില്ല, 9 നിശബ്ദ പ്രാസംഗികൻ എന്ന് പറയാൻ കഴിയുന്ന വസ്തു ഏതാണ്? നിശബ്ദ പ്രാസംഗികൻ എന്ന് പറയാൻ പറ്റുന്ന വസ്തു ഏതാണ്? ഇവിടെ ആയുസ് എന്നും മരണമെന്നും പെൻസിൽ എന്നും പേനയെന്നൊക്കെ വന്നിട്ടുണ്ട്. നിശബ്ദ പ്രാസംഗികൻ, ഇയർഫോണ് ശബ്ദം വരുന്നതാണ്. വാച്ച്, ഏതായാലും ഇയർഫോണ് ശബ്ദം വരും, അതിലൂടെ ശബ്ദം കേൾക്കാം. എന്നാൽ ശബ്ദമില്ലാതെ സ്ഫടികം, ബുക്ക് ഒരു യോജിക്കുന്ന ഉത്തരമാണ്. ഏതായാലും ശരി, നേരത്തെ തന്നെ ഇവിടെ ഉത്തരം വന്നിട്ടുണ്ട്. ഏറ്റവും ആദ്യത്തെ തന്നെ ഉത്തരം വന്നിട്ട് ബ്ലൂവിന് വേണ്ടിയിട്ടാണ് കൂടുതൽ ആളുകളും ഉത്തരം നൽകിയിട്ടുള്ളത്. അത് പേനയാണ്, അല്ലെങ്കിൽ പെൻസിൽ, അതും പരിഗണിക്കാവുന്ന ഉത്തരമാണ്. അതുപോലത്തെ കാര്യങ്ങളൊക്കെ പരിഗണിക്കാം. ബുക്കിനെയും വേണമെങ്കിൽ അതിലേക്ക് ഉൾപ്പെടുത്താം. ഏതായാലും പേന എന്ന ഉത്തരം വീണ്ടും നേടിക്കൊണ്ട് 10 എന്നുള്ള 2 അക്കത്തിലേക്ക് ബ്ലൂ എത്തിയിട്ടുണ്ട്. തുടക്കം ഗ്രീനായിരുന്നു ഉഷാറിൽ പോയിരുന്നത്. സമയം കൂടുതലുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു വിമുഖത അനുഭവിക്കുന്നതിൽ പറയാം. നമുക്ക് നിർത്താം. ഏതായാലും അല്പം ചോദ്യങ്ങൾ മാത്രമേ ഞാനോട് തയ്യാറാക്കി വെച്ചിട്ടുള്ളൂ. അടുത്ത എന്റെ ചോദ്യം ഹിജറയുടെ 2ാം വർഷമാണ് റമദാൻ മാസം നോമ്പ് നിർബന്ധമാക്കിയത്. ഹിജറയുടെ 2ാം വർഷമാണ് റമദാൻ നോമ്പ് ഫർദാക്കിയത്. എന്നാൽ ആദരവായ മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം എത്ര വർഷം നോമ്പ് അനുഷ്ഠിച്ചു എന്നാണ് എന്റെ ചോദ്യം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എത്ര വർഷം
നോമ്പ് അനുഷ്ഠിച്ചു എന്നാണ് എന്റെ ചോദ്യം. ഏതായാലും 6 അടിച്ചത് 60 ആയിരിക്കുന്നതായിരിക്കും ഒരു പക്ഷേ. ഇവിടെ 8 എന്നും 9 എന്നും 60, 21, 61. 40 വയസ്സിലാണ് ടെസ്റ്റ് അടിക്കുന്നിടത്ത് മാറിപ്പോയത്. 39 വർഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ 11 എത്ര വർഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നോമ്പ് അനുഷ്ഠിച്ചു എന്നതാണ് എന്റെ ചോദ്യം. ഹിജ്റ 2-ാം വർഷം മുതൽ അങ്ങോട്ട് എത്ര വർഷമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജീവിച്ചിരുന്നത്? വളരെ സിമ്പിളായിട്ടൊന്ന് ആലോചിച്ചാൽ മതി. പക്ഷെ ആലോചിക്കാൻ സമയം കിട്ടുന്ന മുൻപ് മറ്റുള്ള ആളുകളൊക്കെ എന്ത് ചെയ്യും? അമീർക്കെന്ത് 21 അടിച്ചിരിക്കണം? എന്താ ഞാൻ പറയുന്നതല്ലേ കേൾക്കുന്നത്? ഏതായാലും ഇവിടെ ശരിയായ ഉത്തരം നേരത്തെ വന്നിട്ടുണ്ട്. സദ്ദീഖ് 6 2015 9 എന്നുള്ള ഉത്തരം വന്നിട്ടുണ്ട്. 10 വർഷമാണ് മദീനയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജീവിച്ചിട്ടുള്ളത്. 10 വർഷമാണ് മദീനയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജീവിച്ചിട്ടുള്ളത്. 1-ാമത്തെ വർഷം കഴിഞ്ഞ് 2-ാമത്തെ വർഷം മുതൽ അങ്ങോട്ട് കൂട്ടിയാൽ അത് ബാക്കി 9 വർഷമാണുള്ളത്. അതുകൊണ്ട് സിദ്ദീഖ് എന്ന 6 എന്ന ഐഡിയിൽ നിന്നുള്ള ബ്ലൂവിന് വേണ്ടിയിട്ടുള്ള ഉത്തരം റാസൽ ഖൈമയിൽ നിന്നാണ്. പരിഗണിച്ചുകൊണ്ട് വീണ്ടും നമ്മുടെ ഗ്രീൻ അല്ല 10 നേരത്തെ 10 നേരെ മറിച്ച് പോയിന്റ് അടി. നേരത്തെ 10 ബ്ലൂ ആണ്. ബ്ലൂവിന് 10ഉം ഗ്രീനിന് 9ഉമാണ്. ഇനി ബ്ലൂവിന് 11ഉം ഗ്രീനിന് 9 ഇടണം. ആ പോയിന്റ് ഒന്ന് മാറ്റണം, നേരെ മാറ്റണം. ബ്ലൂ 11, ഗ്രീൻ 9. അങ്ങനെ 20 ചോദ്യങ്ങൾ ഇവിടെ കഴിഞ്ഞുപോയി. ഇനി എത്രത്തോളം നീട്ടിക്കൊണ്ടോണം? നിങ്ങൾക്ക് ബോറടിക്കുന്നുണ്ടെങ്കിൽ ഞാൻ നിർത്താം. 20 ചോദ്യമായി. അല്ലെങ്കിൽ ഒരു 4-5 ചോദ്യം കൂടെ കൊണ്ടുപോകാം. എന്താണ് 30ഓ 25 30? ഇൻഷാല്ലാ കുറച്ച് നോക്കാം. മറ്റുള്ള ഉസ്താദുമാരൊന്നും അല്ലെങ്കിൽ വേറെ ആളുകൾ എന്തെങ്കിലും പരിപാടി ഉണ്ടെങ്കിൽ ഇൻഷാല്ലാ നമുക്ക് മാറ്റിവെക്കാം. ഇപ്പോഴൊന്നും ഇങ്ങനെ ഉഷാറായി വരുന്ന കുറെ ആളുകളൊക്കെ ഇപ്പോഴാണ് വരുന്നത്. നമ്മുടെ ക്വിസ് പ്രോഗ്രാം ഇടക്കുന്നില്ലാത്തത് കൊണ്ട് ഇൻഷാല്ലാ നമുക്ക് ആഴ്ചയിൽ ഒരു ദിവസമൊക്കെ നമുക്ക് ക്വിസ് പ്രോഗ്രാം ആക്കാം. തയ്യാറാക്കി വരുന്ന ചോദ്യങ്ങളാകാം. അടുത്തൊരു ചോദ്യം. ഇതിൽ കൂടുതൽ ആളുകളും പ്രവാസികളായിരിക്കും, എയർപോർട്ടൊക്കെ ഉപയോഗിക്കുന്ന ആളുകളായിരിക്കും. കൂടുതൽ ആളുകളും മലബാർ മേഖലയിൽ നിന്നുള്ള ആളുകളും ആവാനാണ് സാധ്യത. എന്റെ ചോദ്യം, കോഴിക്കോട് എയർപോർട്ട് ഉദ്ഘാടനം ചെയ്തത് ഇന്റർനാഷണൽ ആക്കിയിട്ടല്ല, നേരത്തെ ഉദ്ഘാടനം ചെയ്ത ഏത് വർഷത്തിലാണ്? കാലിക്കറ്റ് എയർപോർട്ട് ആദ്യമായി ഉദ്ഘാടനം ചെയ്തത് ഏത് വർഷത്തിലാണെന്നാണ് എന്റെ ചോദ്യം. 981, 89 എന്നൊക്കെ വരുന്നുണ്ട്. 990, 80, 89, 90. എന്റെ അടുത്തുള്ള ഉത്തരം തെറ്റാനാണോ സാധ്യത എന്നാണ് ഇപ്പൊ സംശയമുള്ളത്. കാലിക്കറ്റ് എയർപോർട്ട് ഇനാഗുറേഷൻ നടന്നത് 89 ഉണ്ടാക്കിയൊക്കെ മറ്റുള്ള പല സംഭവങ്ങളല്ലേ. ഓക്കെ, ഏതായാലും ശരിയായ ഉത്തരം ഇവിടെ കാണുന്നില്ല. ഞാൻ എന്റെ അടുത്തുള്ള ഉദ്ദേശം മികച്ച ഉത്തരം ഇവിടെ കാണുന്നില്ല. എന്നാൽ 1998 ഞാനിവിടെ തയ്യാറാക്കി വെച്ച ഉത്തരം. 1998 ഇനാഗറേറ്റ് ചെയ്തു. ഇന്റർനാഷണൽ ആയിട്ട് പ്രഖ്യാപിച്ചത് 2000. അപ്പോൾ ഞാൻ ആ ചോദ്യം പിൻവലിക്കാം. 88 അല്ലേ? 88. ഓക്കെ, ഞാൻ ആ ചോദ്യം പിൻവലിക്കുന്നു. ക്ഷമിക്കണം, ആ ചോദ്യം ഞാൻ ഒഴിവാക്കാണ്. 98 അല്ല, 89, 88. ഓക്കെ, എന്നാൽ ഞാൻ മറ്റൊരു ചോദ്യത്തിലേക്ക് നീങ്ങുന്നത് പോലത്തെ ഒരു രാജീവ് ഗാന്ധി വന്നിട്ടുണ്ട്. ഓക്കെ, ഏതായാലും തിരുത്തിയത് നന്ദി. ഏതായാലും ഞാൻ ആ ചോദ്യം പിൻവലിക്കുന്നു. ഞാനിതെല്ലാം ഇപ്പോൾ ആലോചിച്ച് നോക്കുമ്പോൾ 98 നമ്മൾ പ്രാവശ്യം പോയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ പിൻവലിക്കുന്നത്. നമുക്കറിയാം, വളരെ ചെറിയൊരു അള്ളാഹുവിന്റെ ഒരു ചെറിയൊരു സൃഷ്ടിയാണ് തേനീച്ച. അടുത്തെന്റെ ചോദ്യം ചോദിക്കുന്നത്, അള്ളാഹുവിന്റെ വളരെ ചെറിയൊരു നിസ്സാരമായ ഒരു സൃഷ്ടിയാണ് തേനീച്ച.
എന്നാൽ ആ തേനീച്ചയെക്കുറിച്ച് പറയാൻ വേണ്ടി അള്ളാഹു ഒരു സൂറത്ത് തന്നെ പേര് നൽകുകയും ചെയ്തു. അള്ളാഹു ഒരു നിസ്സാരമായി തോന്നുന്ന ഒരു സൂറത്ത് ജീവിക്ക് വേണ്ടി ഒരു സൂറത്ത് നൽകി. എന്നാൽ തേനീച്ചകളുടെ കണ്ണിന്റെ എണ്ണം എത്രയാണ്? തേനീച്ചകൾക്ക് എത്ര കണ്ണുകളുണ്ട് എന്നാണ് എന്റെ ചോദ്യം. തേനീച്ചക്ക് എത്ര കണ്ണുകളുണ്ട് എന്നാണ് എന്റെ ചോദ്യം. ഒന്ന് മുതൽ 8 വരെയുള്ള കണ്ണുകളുടെ എണ്ണം ഇവിടെ വന്നിട്ടുണ്ട്. 1, 2, 3, 8, 4 എന്നുള്ളതും വന്നിട്ടുണ്ട്. കോപ്പി ഇടേണ്ട ആവശ്യമില്ല. നിങ്ങൾ ഇടക്കുന്ന അങ്ങനെ കോപ്പി ഇടേണ്ട ആവശ്യമില്ല. എനിക്കിവിടെ വരുന്നത് ഞാൻ നോക്കിക്കോളാം. സംശയങ്ങൾ വരുന്ന സമയത്ത് മാത്രം കോപ്പി ഇട്ടാൽ മതി. ഏതായാലും ഇവിടെ 1 എന്ന് ഫൈസൽ മുസ്തഫ പറയുന്നു, ശേഷം 3 എന്ന് ഇസ്ലാമിക് സ്റ്റുഡന്റ് പറയുന്നു, ഇസ്ലാമിക് സ്റ്റുഡന്റ് 8 പറയുന്നുണ്ട്. ഏതായാലും ഇവിടെ ശരിയായ ചില ആളുകളൊക്കെ വന്നിട്ടുണ്ട്. 8, 2 തേനീച്ചകളുടെ കണ്ണിന്റെ എണ്ണമാണ് ഇവിടെ പറയുന്നത്. ഏതായാലും മുഹമ്മദ് നിഹാൽ എന്ന ഐഡിയിലൂടെ ശരിയായ ഉത്തരം ഞാൻ കാണുന്നതിന് മുന്നൊന്നും ആ ഉത്തരം കാണുന്നില്ല. 5 കണ്ണുകളാണ് തേനീച്ചകൾക്കുള്ളതായിട്ട് ഞാൻ മനസ്സിലാക്കുന്നത്. 5 കണ്ണുണ്ട്. ഏതായാലും അള്ളാഹുവിന്റെ ഒരു നിസ്സാരമായ കണ്ണില്ല എന്ന അബൂസവാദ് ഒരു പക്ഷെ അങ്ങനെ ആയിരിക്കുമല്ലോ അല്ലെ, കണ്ണില്ലാത്ത ജീവിയായിരിക്കാം എന്ന രീതിയിൽ അബൂസവാദ് പറയുന്നു. ഏതായാലും ശരിയായ ഉത്തരം 5 എന്ന ഉത്തരം മുഹമ്മദ് നിഹാല് വളരെ വൈകിയാണ് വന്നതെങ്കിലും ഇവിടെ ശരിയായ ഉത്തരം കൊണ്ട് ഗ്രീനിന് ഒരു പോയിന്റ് കൂടെ നേടിക്കൊടുക്കാൻ കഴിഞ്ഞു. 10 പോയിന്റിലേക്ക് ഗ്രീൻ എത്തി. 11 പോയിന്റ് ബ്ലൂവിന് കിട്ടിയിട്ടുണ്ട്. അതുപോലെ മറ്റൊരു ചോദ്യം, അതുപോലെ തന്നെ അള്ളാഹുവിന്റെ ചെറിയൊരു ജീവിയായ അള്ളാഹു പഠിച്ച ചെറിയൊരു ജീവിയാണ് ഈച്ച. എന്റെ ചോദ്യം, ഈച്ചക്ക് എത്ര ദൂരത്ത് നിന്ന് കേൾക്കാൻ കഴിയും? ഈച്ചക്ക് എത്ര ദൂരെ നിന്ന് ശബ്ദം കേൾക്കാൻ കഴിയും എന്നാണ് എന്റെ ചോദ്യം. ഈച്ചക്ക് എത്ര ദൂരം? 20 മീറ്റർ, 10 മീറ്റർ, 3 മീറ്റർ, 5 മീറ്റർ ഒക്കെ വരുന്നുണ്ട്. അമീറൊക്കെ 10 മീറ്ററൊക്കെ വന്നിട്ട് ഈച്ച അവിടെ നിന്ന് അറിഞ്ഞാൽ ഈച്ച അവിടെ നിന്ന് പോകും, വച്ചിട്ടാലും പോകും. 100 മീറ്റർ വരെ ഏകദേശം എത്തിയിട്ടുണ്ട്. ഏതായാലും നമുക്കൊക്കെ ചില കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കാതെ പോകുന്ന കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാനൊക്കെ പിന്നെ ഇങ്ങനത്തെ ചില കാര്യങ്ങൾ ഉപകരിക്കും. വെറും ഒരു തമാശ മാത്രമല്ല, ഒരു നിസ്സാര ജീവിയാണ് ഈച്ച. നമ്മൾക്ക് ഏറ്റവും കൂടുതൽ ശല്യം ചെയ്യുന്നൊരു മ്ലേച്ഛമായ ഒരു ജീവിയാണ് ഈച്ച എന്നുള്ളത്. മോശമായ കാര്യങ്ങളിൽ ഉപകരിക്കും, അത് നമ്മൾക്ക് ശല്യം ചെയ്യാനും വരും. ഏതായാലും ഇവിടെ പല ആളുകളും മീറ്ററുകൾ വ്യത്യാസം മാത്രമേ ഉള്ളൂ, കിലോമീറ്ററുകൾ ആരും എത്തിയിട്ടില്ല. എങ്കിലും ഫൈസൽ മുസ്തഫ ഒരു ശരിയായ ഉത്തരം നൽകിയിട്ടുണ്ട്. ഈച്ചകൾക്ക് കേൾവി ശക്തിയില്ല, ഈച്ചകൾക്ക് കേൾവി ശക്തിയില്ല, കേൾക്കില്ല എന്നുള്ള ഉത്തരം നൽകിയിട്ടുണ്ട്. അപ്പോൾ വീണ്ടും ഫൈസൽ മുസ്തഫ നൽകിയിട്ടുള്ളത് ബ്ലൂവിന് വേണ്ടിയിട്ടാണ് അദ്ദേഹം പോയിന്റ് നൽകിയിട്ടുള്ളത്. ഏതായാലും അമീർ 10 മീറ്റർ ദൂരത്തു നിന്നൊക്കെ വിളിച്ചിട്ട് കേട്ടിട്ടുണ്ട്. 10 മീറ്റർ ദൂരത്തു നിന്നൊക്കെ വിളിച്ച് കേട്ടിട്ടുണ്ട്. ഏതായാലും ശരിയായ ഉത്തരം ഫൈസൽ മുസ്തഫ കൊണ്ടുവന്നു. ബ്ലൂവിന് വേണ്ടിയിട്ട് വീണ്ടും ഒരു പോയിന്റ്, 12 പോയിന്റ് എന്ന രീതിയിൽ എത്തിയിട്ടുണ്ട്. ഇനി ഇൻഷാ അല്ലാഹ് ഒരു 3 ചോദ്യം കൂടെയാണ് ഞാൻ ചോദിക്കുന്നത്. 15 ചോദ്യത്തിലേക്ക് എത്തുമ്പോൾ നമ്മുടെ ഈ ക്വിസ് പ്രോഗ്രാം ഇവിടെ അവസാനിപ്പിക്കും. അടുത്ത ചോദ്യം പരിശുദ്ധ ഖുർആനിൽ നിന്ന് ആയിക്കോട്ടെ. അടുത്ത ചോദ്യം, ഒരു സൂറത്തില് ആകെ കെസ്റുള്ള ഒരു അക്ഷരം മാത്രമേ ഉള്ളൂ. ഫതഹ് കെസ്ർ പോലത്തെ കെസ്റുള്ള ഒരു അക്ഷരം മാത്രമേ ഉള്ളൂ. ഏതാണ് ആ സൂറത്ത്? ഒരു ചെറിയ സൂറത്തുകൾപ്പെട്ട സൂറത്താണ്. നിങ്ങൾ വലിയ സൂറത്തിലേക്കൊന്നും പോകേണ്ട. സബ്ബിഹിസ്മയുടെ താഴെയുള്ള സൂറത്തുകളിൽപ്പെട്ട ഒരു സൂറത്തില് ഒരു അക്ഷരത്തിന് മാത്രമേ കെസ്റുള്ളൂ, ബാക്കിയൊന്നും കെസ്റുള്ള അക്ഷരങ്ങളല്ല. ഏതാണ് ആ സൂറത്ത് എന്നാണ് ചോദ്യം. ഇവിടെ ഉത്തരങ്ങൾ വന്നിരുന്നത്
സൂറത്ത് ഇഖ്ലാസ് എന്നൊരു സൂറത്തുൽ കൗസർ. ഇന്ന തുടങ്ങുന്നത് തന്നെയാണ് അലിഫാണ്. അഅതൈനാക്കൽ കൗസർ ഫസ്വല്ലി കസ്ർ രണ്ടാമത്തെ വന്നു, ലി റബ്ബിക മൂന്നാമത്തെ വന്നു. അപ്പോ അതല്ല, സൂറത്തുൽ കൗസർ അല്ല. അലം തറ കൈഫയാണെന്ന് പറയാം. അലം തറ കൈഫ ഫഅല റബ്ബുക ബി അസ്ഹാബി രണ്ട് ഭാഗം വന്നപ്പോഴും അതല്ല. ഒരൊറ്റ കസ്ർ മാത്രമുള്ള സൂറത്ത്, അത് ആദ്യം അമീർ പറഞ്ഞ സൂറത്ത് തന്നെയാണ്. വീണ്ടും പോയിന്റ് നേടുന്നത് ഗ്രീനാണ്. 11-12 നിങ്ങൾ രണ്ടു കൂട്ടർക്കും ജയിക്കാനുള്ള സാധ്യതയുണ്ട്. തബ്ബത്തല്ല, സൂറത്ത് ഇഖ്ലാസാണ് സൂറത്ത്. ലം യലിദ്, യലിദ് എന്നുള്ളിടത്തുള്ള ലാമിന്റെ ഒരു കസ്ർ മാത്രമേ സൂറത്തിലുള്ളൂ. അതുകൊണ്ട് സൂറത്ത് ഇഖ്ലാസ് ഖുൽ ഹുവല്ലാഹു അഹദ് എന്ന സൂറത്തിൽ ആകെ ഒരു കസ്ർ മാത്രമേ ഉള്ളൂ. അടുത്ത എന്റെ ചോദ്യം, 2 ചോദ്യങ്ങളാണുള്ളത് 11-12 എന്ന രീതിയിൽ. 2 വിഭാഗത്തിലും വിജയത്തിനുള്ള സാധ്യത ഇപ്പോഴുണ്ട്. ഗ്രീനിന്റെ ആളുകൾ ഒന്ന് ശ്രദ്ധിച്ചു പോയാൽ വിജയം കൈവരിക്കാൻ കഴിയും ഒരു പക്ഷേ ഇൻഷാ അല്ലാഹ്. എന്റെ ചോദ്യം, നമുക്കറിയാം മക്കം ഫത്ഹാക്കിയത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും സഹാബത്തും വന്നു മക്കം മുഅ്മിനീങ്ങളുടെ അധീനതയിൽ ആക്കി മാറ്റി. അതാണ് മക്കം ഫത്ഹ് എന്ന് പറയുന്നത്. ആ മക്കം ഫത്ഹിന്റെ അന്ന് ആ ഫത്ഹായി എന്ന് വിളിച്ചറിയിക്കുന്ന ഒരു ബാങ്ക് വിളി അവിടെ നടന്നു. ആരായിരുന്നു ആ ബാങ്ക് വിളിച്ചത്? മക്കം ഫത്ഹിന്റെ അന്ന് ബാങ്ക് വിളിച്ചത് ആരായിരുന്നു? ഏതായാലും ബാങ്ക് വിളി എന്ന് പറയുമ്പോൾ എല്ലാ ആളുകൾക്കും പെട്ടെന്ന് വരുന്നത് അത് ബിലാൽ ഇബ്നു റബാഹ് മുഅദ്ദിൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെയാണ്. അല്ലാതെ മറ്റൊന്നും നമ്മളുടെ അടുത്തേക്ക് വരില്ല. അതുകൊണ്ട് തന്നെ ശരിയായ ഉത്തരം വളരെ വൈകിട്ടാണ് നമ്മുടെ ദുൽദുലൊക്കെ ഇവിടെ രംഗത്ത് വരുന്നത്. കിസിന്റെ വിവരം അറിയാത്തത് കൊണ്ടായിരിക്കാം. ഏതായാലും 12-12 എന്ന രീതിയിൽ ദുൽദുൽ നല്ലൊരു പോയിന്റിലേക്കാണ് ഗ്രീനിനെ എത്തിച്ചിട്ടുള്ളത്. വിജയസാധ്യത ഒരൊറ്റ ചോദ്യത്തിലാണ് വിജയസാധ്യതയുള്ളത്. 2 വിഭാഗത്തിന്റെയും വിജയസാധ്യത ഒരൊറ്റ ചോദ്യത്തിൽ മാത്രമാണ്. അപ്പോൾ കുറച്ചൊരു കട്ടിയുള്ള ഒരു ചോദ്യമായിരിക്കണം ഞാൻ ചോദിക്കേണ്ടത്. പക്ഷെ തയ്യാറാക്കി വെച്ചതിൽ എന്റെ ചോദ്യം ഒരൊറ്റ ചോദ്യമാണ്. നിങ്ങൾക്ക് ഒരുപക്ഷെ എല്ലാവർക്കും അറിയാം. ഒരു സൂറത്ത് അത് തുടങ്ങുന്നത്, ആ സൂറത്ത് ആരംഭിക്കുന്നത് 2 ഫലങ്ങളുടെ, ഒരു പഴത്തിന്റെയും 2 ഫലങ്ങളുടെ പേരാണ് കൊണ്ടാണ് ആരംഭിക്കുന്നത്. അവസാനത്തെ ചോദ്യമാണ്, ഏത് സൂറത്താണത്? 2 ഫലങ്ങളുടെ പേര് പറഞ്ഞ് ആരംഭിക്കുന്ന സൂറത്ത് ഏതാണെന്നാണ് ചോദ്യം. 2 ഫലങ്ങളുടെ ഫ്രൂട്ട്സ് എന്നൊക്കെ പറയാം. ഏതായാലും ശരി, ഇവിടെ ആരും മാറി ഒരു ഉത്തരം പോലും നൽകിയിട്ടില്ല. എല്ലാ ആളുകൾക്കും അറിയാം. വത്തീനി വസ്സൈത്തൂൻ എന്ന ആ ഒരു ഉത്തരമാണ് എല്ലാ ആളുകളും പഠിച്ചത്. ശരി തന്നെയാണ്. ഏതായാലും ശരിയായ ഉത്തരം കൊണ്ട് ഫൈസൽ മുസ്തഫ മുൻകടന്നു പോയി. ശേഷമാണ് അമീറും അലി ആലപ്പുഴയും മുഹമ്മദ് നിഹാദും ദുൽദുലും മുസാഫിറും മുസ്തഫയും അൽഹംദുലില്ലാഹി മൂസ കുവൈത്ത് കരീം കൊളത്തൂർ, അതുപോലെ ഇസ്ലാമിക് സ്റ്റുഡന്റ് അബൂ സവാദ് മുതൽ റിയ സിദ്ദീഖ് വരെയുള്ള അഷ്റഫ് കാജങ്ങാട് വരെയുള്ള ആളുകളൊക്കെ, പാറന്നൂരുള്ള ഐഡിയകളൊക്കെ എത്തിയത്. ഏതായാലും ഭംഗിയായി നിങ്ങളൊക്കെ പങ്കെടുത്തു. 13 പോയിന്റ് ബ്ലൂവിന് നേടിക്കൊടുത്തു. 12 പോയിന്റ് മോശമല്ലാത്ത ഒരു പോയിന്റാണ്. അത് ഒരു പരാജയം എന്ന് പറയാൻ കഴിയില്ല. ഏതായാലും ഒരു വിഭാഗം വിജയിക്കാതെ നമുക്കത് നിർത്താനും കഴിയില്ല. പങ്കെടുത്ത ആളുകൾക്കൊക്കെ നന്ദി അറിയിക്കുന്നു. ഇതുവരെ പറഞ്ഞതൊക്കെ നമുക്കൊക്കെ എപ്പോഴും ഗുണമുള്ള കാര്യമായി മാറട്ടെ. ദുനിയാവിലും ആഖിറത്തിലുമൊക്കെ ഗുണമുള്ള കാര്യമായി മാറട്ടെ. വെറും നമ്മൾ തമാശയും കളിയും മാറി പറയുന്ന ഒരു വിഷയം മാത്രമല്ല ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. പല കാര്യങ്ങളും നമുക്ക് മനസ്സിലാക്കാം.
നാം മനസ്സിലാക്കി വെച്ച കാര്യങ്ങൾ ശരിയല്ല എന്നുള്ളത് അതും മനസ്സിലാക്കാൻ കഴിയും. ഏതായാലും ഇൻഷാ അല്ലാഹ് നമുക്ക് ആഴ്ചയിൽ 1-2 ദിവസങ്ങളിലൊക്കെ ഇതുപോലെ നമുക്കൊരു ക്വിസ് പ്രോഗ്രാം നടത്താൻ കഴിയും ഇൻഷാ അല്ലാഹ്. അതുകൊണ്ട് നമുക്ക് അതിനൊരു ശരിയായിട്ടുള്ളൊരു സമയം ഒക്കെ ഫിക്സ് ചെയ്താൽ നമുക്ക് വീണ്ടും കൂടുതൽ ആളുകൾ പങ്കെടുക്കാനും ഉണ്ടാകും. കുറെ ആളുകൾക്കൊക്കെ വളരെ താല്പര്യമുള്ള കാര്യമാണ് ഈ ചോദ്യം ചോദിക്കലും അതിന് ഉത്തരം പറയലും ഒക്കെ. ഞാനിവിടെ തയ്യാറാക്കി വെച്ചതുകൊണ്ട് മാത്രമാണ് ഒരു പക്ഷേ എനിക്ക് ചോദ്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ കഴിയുന്നത്. എങ്കിലും ഒരു ചോദ്യം ചോദിക്കുമ്പോൾ അതിനെ കുറിച്ച് ഒന്ന് ഹോംവർക്ക് ചെയ്താലൊക്കെ ചോദിക്കുമ്പോൾ പിന്നെ എന്തെങ്കിലും വിശദീകരണം നൽകാൻ കഴിയുള്ളൂ. ഇൻഷാ അല്ലാഹ് അടുത്തൊരു സമയത്ത് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാൻ അള്ളാഹു തൗഫീഖ് നൽകട്ടെ. നമ്മൾ ഇതുവരെ ചെലവഴിച്ചതൊക്കെ അള്ളാഹു സ്വീകരിക്കട്ടെ, നല്ല അമലായി സ്വീകരിക്കുമാറാകട്ടെ. ഇതുപോലെ തന്നെ നമ്മളൊക്കെ മരിച്ചു ചെന്ന് ഖബറിൽ നമ്മോട് മുൻകർ നക്കീറൊക്കെ ചോദ്യം ചോദിക്കുന്ന സമയത്ത് നിസ്സംശയം ഒരു പ്രയാസവുമില്ലാതെ ചോദ്യത്തിന് ഉത്തരം നൽകാൻ അള്ളാഹു അങ്ങനെ ഉത്തരം നൽകുന്ന ആളുകളിൽ അള്ളാഹു നമ്മളെല്ലാം ഉൾപ്പെടുത്തുമാറാകട്ടെ. നമ്മുടെ ഉസ്താദുമാരെയും അതുപോലെ ഇതുപോലത്തെ ദീനി സേവനത്തിരിക്കുന്ന ക്ലാസ് റൂമിന്റെ സേവനത്തിനൊക്കെ ഇരിക്കുന്ന ആളുകളും അള്ളാഹു അതിനൊക്കെ തൗഫീഖ് നൽകട്ടെ. മാതാപിതാക്കൾ, സന്താന സഹോദരങ്ങൾ, എല്ലാ ആളുകളെയും അള്ളാഹു സ്വാലിഹ്യങ്ങളിൽ ഉൾപ്പെടുത്തുമാറാകട്ടെ. വിജ്ഞാനം കൊണ്ട് നമുക്ക് അള്ളാഹു ആദരിച്ച ബഹുമാനിച്ച ആളുകളിൽ നമ്മളെല്ലാം ഉൾപ്പെടുത്തുമാറാകട്ടെ. ഉപകാരമുള്ള വിജ്ഞാനമായി മാറുകയും ചെയ്യട്ടെ. നമ്മുടെ ഈ വിജ്ഞാനങ്ങൾ ഉള്ള വിജ്ഞാനം മറ്റുള്ളവർക്ക് പകരണം ഈ വക സംവിധാനങ്ങൾ നമുക്ക് ഉപയോഗപ്പെടുത്താം. ഇൻഷാ അല്ലാഹ് ഇന്നത്തെ ക്ലാസ് റൂം ഇവിടെ ഈ ക്വിസ് കോമ്പറ്റീഷൻ ഇവിടെ നിർത്തിയിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ്